ഉച്ചയ്ക്കൊന്ന് മയങ്ങിയതാണ് കേട്ടോ. വലിയ ഒച്ചയും വിളിയും ബഹളവും കേട്ടാണ് ഞെട്ടി ഉണർന്നത്. കോൺഗ്രസ്സേ, നിനക്ക് പൂട്ടിപ്പോയിക്കൂടെ? അല്ലെങ്കിൽ ഗംഗയിൽ പോയി. മുഴുവൻ പറഞ്ഞു കേട്ടില്ല, അല്ലെങ്കിൽ പറയാൻ സമ്മതിച്ചില്ല എന്ന് വേണം പറയുന്നതായിരിക്കും ശരി. ആരോ ദിവാകരേട്ടൻ്റെ വാ പൊത്തിപ്പിടിച്ചു. ഒന്ന് രണ്ട് പേര് ചേർന്ന് പാവത്തിനെ ഒരു ഓട്ടോയിൽ കയറ്റിക്കൊണ്ടുപോയി. ഞങ്ങളുടെ നാട്ടിലെ പഴയകാല ഒരു സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. വലിയ വിപ്ലവമൊക്കെ സ്വപ്നം കണ്ട് നടന്നൊരു നേതാവ്. ചെറുപ്പത്തിൽ കോൺഗ്രസ്സുകാരനായിരുന്നു. പിന്നെ പാർട്ടികൾ മാറി മാറി അവസാനം ആർക്കും വേണ്ടാത്തവനായി. വീടും കുടുംബവും ഒന്നുമില്ലാതെ നാട്ടിൽ പകൽ മുഴുവൻ എവിടെയെങ്കിലുമൊക്കെ കറങ്ങി നടക്കും. നീണ്ട താടിയും കതർമുണ്ടും ജുബ്ബയും ഇട്ട് വൃത്തിയായിട്ട് നടക്കണം കണ്ടാൽ വളരെ മാന്യനാണെന്നേ ആരും പറയൂ. റോട്ടിൽ കൂടെ പോകുന്ന ഏതെങ്കിലും വണ്ടിക്ക് വെറുതെ കൈ കാണിച്ചിട്ട് ഒരു ലിഫ്റ്റ് അങ്ങോട്ട് ചോദിക്കും. വെറുതെ കുറേ ദൂരം അങ്ങോട്ട് പോയി ഇവിടെ ഇറങ്ങിക്കോളാമെന്ന് പറയും. തിരിച്ചും അതേപോലെ യാത്ര ചെയ്തു പോരും. ആരും ലിഫ്റ്റ് കൊടുത്തില്ലെങ്കിൽ മൂപ്പരങ്ങോട്ട് നടക്കും. 4 റോഡ് ജംഗ്ഷനിലെ ഹോട്ടൽ മുതലാളി ഒറ്റത്തെങ്ങ് വീട്ടിൽ നിന്ന് നാരനേട്ടൻ ആ ദിവാരേട്ടൻ വന്ന് എന്തെങ്കിലും കഴിക്കണമെന്ന് അങ്ങോട്ട് ചോദിച്ചാൽ ഒരു മടിയും കൂടാതെ എന്തെങ്കിലും കൊടുക്കും. രണ്ടുപേരും നല്ല ചങ്ങാതിമാരായിരുന്നു അത്രേ. ഒരുമിച്ച് കളിച്ച് നടന്നവർ. അതുകൊണ്ട് തന്നെ ഭക്ഷണം ദിവാകരേട്ടന് ഫ്രീ. അങ്ങനെ ഹോട്ടലിൽ തിരക്കുള്ള സമയത്തൊന്നും മൂപ്പർ പോവില്ല കേട്ടോ. ദിവാകരേട്ടൻ അത് പ്രത്യേകം ശ്രദ്ധിക്കും. മൂപ്പരെങ്ങനെ വിശപ്പ് തോന്നിയാൽ ആ ഹോട്ടലിൻ്റെ എതിരെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ അങ്ങനെ ചെന്നിരിക്കും. ഹോട്ടലിൽ വലിയ തിരക്കൊന്നുമില്ല എന്ന് കണ്ടാൽ മൂപ്പരങ്ങ് ആ ഹോട്ടലിൽ ചെന്ന് കയറും. മൂപ്പർക്ക് ആകെ വേണ്ടത് ഒരു ചായയും ഒരു പഴംപൊരിയും, അത് മാത്രമാണ് കഴിക്കുക. ചിലപ്പോൾ ദിവാകരേട്ടൻ്റെ കയ്യിൽ 1-2 പൊതിച്ച തേങ്ങ കാണും. അത് ആ ഹോട്ടലിൻ്റെ അടുക്കള ഭാഗത്തേക്കാണ്ട് വെച്ച് മൂപ്പരങ്ങനെ നാരനേട്ടൻ്റെ മുഖത്തേക്ക് ഒരു ചെറു പുഞ്ചിരിയും സമ്മാനിച്ച് അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് പോകും. പക്ഷേ ഈ ഇടയായിട്ട് ദിവാരേട്ടന് ഒരല്പം ബുദ്ധിക്ക് തകരാറ് വന്നിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയണത്. എന്ന് വെച്ച് ഭ്രാന്താണെന്നൊന്നും പറയരുത് കേട്ടോ. നമ്മുടെ നാടിനെ പറ്റി വലിയ സ്വപ്നം കണ്ട് നടന്നിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ ഭരണം വരെയൊക്കെ മൂപ്പര് വലിയ കോൺഗ്രസ് ആയിരുന്നു അത്രേ. പിന്നീട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം മൂപ്പര് പാർട്ടികൾ പലതും മാറി. ഒരു പാർട്ടി ഒഴിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മാത്രം മൂപ്പര് പോയില്ല. അത് പുള്ളിക്കാരൻ പോവില്ല. അതിനൊരു കാരണമുണ്ട് അത്രേ. ദിവാകരേട്ടൻ്റെ അച്ഛൻ വലിയ കമ്മ്യൂണിസ്റ്റായിരുന്നു അത്രേ. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി ജയിലും ഒളിവ് ജീവിതമൊക്കെ ആയിട്ട് മൂപ്പരണ്ട് കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ഈ കുടുംബം നോക്കാനൊക്കെ മറന്നതിൻ്റെ ഒരു വല്ലാത്ത ദേഷ്യം ഈ ദിവാകരേട്ടനുണ്ടെന്നാണ് പറയണത്. അതുകൊണ്ട് തന്നെയാണ് അത്രേ മൂപ്പര് കോൺഗ്രസ്സുകാരനായതും. നമ്മൾ പറഞ്ഞു വന്നത് ദിവാകരേട്ടൻ്റെ ഇന്നത്തെ ഒച്ചമേടിയും കാരണമല്ലേ. ഡൽഹി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വട്ടപൂജയായ വാർത്ത കേട്ടാണ് അത്രേ ദിവാകരേട്ടൻ്റെ ഈ പൊട്ടിത്തെറി. വാർത്ത കേട്ടപ്പോൾ ദിവാകരേട്ടന് മാത്രമല്ല കേട്ടോ, എനിക്കും ചെറിയ നിരാശ തോന്നി. 10-65 വർഷം നാട് മുഴുവൻ ഭരിച്ച പാർട്ടി, അതിൻ്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു ഇലക്ഷൻ നടന്നിട്ട് വട്ടപൂജ്യം സീറ്റാണെന്നറിഞ്ഞാൽ കഷ്ടമെന്നല്ലാതെ എന്താ തോന്നുക. BJPക്കാർക്ക് പോലും വിഷമം തോന്നിയിട്ടുണ്ടാവും. 2013 ഭരണം നഷ്ടപ്പെട്ട കോൺഗ്രസ്സിന് തുടർച്ചയായി 2 തവണ വട്ടപൂജ്യം സീറ്റ്. മാത്രമല്ല ഇത്തവണ ഒരു 20 സീറ്റിലെങ്കിലും കോൺഗ്രസ് AAP ധാരണയില്ലാത്തതിനാൽ AAP ഉണ്ടല്ലോ, അവരുടെ ഒരു 20 സ്ഥാനാർത്ഥികളെങ്കിലും തോറ്റു എന്നാണ് പറയണം. എന്ന് പറഞ്ഞാൽ BJPക്കാണ്ട് ഭരണം കയ്യിൽ വെച്ച് കൊടുത്തു എന്നർത്ഥം. ലോക്സഭാ ഇലക്ഷൻ നടക്കുന്ന കാലത്തൊക്കെ വലിയ വായയ്ക്ക് ഇന്ത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞ് ഈ കെജ്രിവാളും ഈ രാഹുൽ ഗാന്ധിയൊക്കെ കെട്ടിപ്പിടിച്ച് നടന്നിരുന്നു. ഇപ്പം എന്തായി? ഇപ്പം ഈ ഒരു സംസ്ഥാനത്ത് ഇലക്ഷൻ നടന്നപ്പോൾ 2-2 നിന്ന് എന്തായി? അവസാനം കോൺഗ്രസ് സംപൂജ്യരായി. എന്നാലും കെജ്രിവാളിൻ്റെ പാർട്ടിക്ക് ഒരു 22 സീറ്റെങ്കിലും കിട്ടിയിട്ടോ. തുടർച്ചയായി ഭരിച്ചതിൻ്റെ ഒരു എതിർപ്പ് എന്തായാലും ജനങ്ങളിൽ നിന്ന് ഉണ്ടാവാതിരിക്കില്ലല്ലോ. പോരാത്തതിനൊരല്പം അഹന്തി അഹങ്കാരമൊക്കെ കെജ്രിവാളിനുണ്ടായിരുന്നു താനും. അങ്ങനെ വാക്കൊന്ന് പ്രവൃത്തി വേറെ എന്ന നിലയ്ക്കായപ്പോൾ 65 കൊല്ലം രാജ്യം ഭരിച്ച് ഒരു നാട്ടിലെ ജനതയെ മുഴുവൻ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ സംഘടിപ്പിക്കാൻ പ്രാപ്തരാക്കിയതിൻ്റെ അനന്തരഫലം എന്ന് വിലപിക്കുകയോ അതല്ലെങ്കിൽ അക്കാലത്തൊന്നും തങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത എന്തോ ഒരു മാജിക് നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയക്കാരനെ കൊണ്ട് കഴിയുന്നുണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധ്യം വന്നു കാണും. ഒരു പാരമ്പര്യവും പ്രത്യയശാസ്ത്രവും ഇല്ലാത്ത കെജ്രിവാളിൻ്റെ ചൂലു പാർട്ടിക്ക് പോലും ഈ ഡൽഹി തെരഞ്ഞെടുപ്പിൽ 22 സീറ്റ് നിലനിർത്താൻ പറ്റിയത് ഭാഗ്യം. അത്രയ്ക്ക് പോലും വിശ്വാസമില്ലാത്തൊരു പാർട്ടിയായി ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന കോൺഗ്രസ് മാറി എന്ന് ആലോചിക്കുമ്പോഴുള്ള സങ്കടം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരേ സമയം BJP ആയും കോൺഗ്രസ് ആയും പ്രവർത്തിക്കാമെന്ന് കെജ്രിവാളിന് തോന്നിയാൽ അത് ജനം സമ്മതിക്കേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് ഏതെങ്കിലും ഒരു പാർട്ടിയെ തിരഞ്ഞെടുത്താൽ മതിയല്ലോ. അതിനായിരിക്കും അവർ BJPയെ തിരഞ്ഞെടുത്തത്.
മാത്രമല്ല ഇത്തവണത്തെ ബഡ്ജറ്റിൽ ഈ ഇൻകം ടാക്സ് ഒരു സോപ്പിങ്ങും കൂടെ നമ്മുടെ നരേന്ദ്രമോദി നടത്തിയപ്പോൾ അതങ്ങ് മുഴുവനായി. അത് BJPക്ക് നല്ലതുപോലെ ഗുണം ചെയ്യുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ ആയാൽ പിന്നെ എങ്ങനെ ദിവാകരേട്ടൻ പൊട്ടിത്തെറിക്കാതിരിക്കുക? താവട്ടം ഡൽഹിയിൽ ആ പാർട്ടിയെ രക്ഷിക്കാൻ കഴിയാത്ത കോൺഗ്രസ് പാർട്ടി എങ്ങനെ 150 കോടിയോളം ജനസംഖ്യയുള്ള ഇന്ത്യയെ മൊത്തം രക്ഷിക്കാൻ കഴിയുക? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു അവസരം ഉണ്ടായിട്ട് അത് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലല്ലോ. മലയാളികൾ വളരെ പാവമാണ്. അവർ ഈ കോൺഗ്രസ്സിനെ സ്നേഹിച്ചും നെഞ്ചോട് ചേർത്തും കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് രാഹുലും പ്രിയങ്കയ്ക്കൊക്കെ ഇവിടെ വന്ന് ഇലക്ഷനിൽ നിൽക്കേണ്ടി വന്നത്. എന്തായാലും ദിവാകരേട്ടൻ്റെ ആ ശാപം ഫലിക്കാതിരിക്കട്ടെ, പൂട്ടിപ്പോകാതിരിക്കട്ടെ. കഷ്ടം എന്നല്ലാതെ എന്താ പറയുക? നിങ്ങൾക്കെന്താ തോന്നണം ഈ വാർത്തയൊക്കെ കേട്ടിട്ട്? നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ ആ കമൻറ്റ് ബോക്സിൽ അങ്ങോട്ട് ഇട്ടുള്ളൂ കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് വെച്ചോളൂ.